ഹലോ ഗൈസ്, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ചെയ്യാൻ പോണത് നമുക്കിനി 11 ദിവസം കൂടെ ഉള്ളോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മൈൻഡ് ബസ്സിൽ നേരെ എടുത്തിട്ട് എൻ്റെ ഗെയിമിംഗ് ചാനലിൽ വർക്കൗട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. മൈൻഡ് ബസ്സിൽ ചാനൽ നമ്മുടെ ജിമ്മിൻ്റേതായവരായ കുറച്ച് ക്ലയൻസിനൊക്കെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വീഡിയോസൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അതിനെന്തോ എവിടെയോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താ കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വരുന്ന വർക്കൗട്ട് ചെസ്റ്റും ട്രൈസും ലെഗാണ്. അതിൽ ഡിക്ലൈൻ ഡംബൽ ബെഞ്ച് പ്രസ്സാണ് ഫസ്റ്റ് വരുന്നത്. ഒരു 3 4 2.5 കട്ട എടുത്തിട്ട് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെക്കും. ഈ ഡിക്ലൈൻ എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ ഇതിലാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതിൽ 3 സെറ്റിന് ശേഷം 12 അടിച്ചതിന് ശേഷം നമുക്ക് ഡ്രോപ്പ് സെറ്റ് വരുന്നുണ്ട്. ഞാൻ ഫുള്ള് വീഡിയോ ഇടുന്നില്ല, ഇങ്ങനെ ടൈം കളയണ്ട. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റാവുന്നൊരു സ്വീറ്റ് സ്പോട്ട് വെയിറ്റ് എടുക്കുള്ളൂ. ഓവർ വെയിറ്റ് ഒന്നും എടുക്കില്ല. 12.5 ഇതിൽ തന്നെ 3 സെറ്റ് അടിച്ചിട്ട് അതിൽ നിന്ന് ഡ്രോപ്പ് സെറ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ 3 സെറ്റ് അടിച്ചിട്ട് ഇതിൽ നിന്ന് നേരെ ഡ്രോപ്പ് സെറ്റ് അടിക്കും. അപ്പോൾ 12 വെച്ചിട്ട് തന്നെ പോവും. അല്ലെങ്കിൽ ടൈറ്റിനനുസരിച്ച് ഞാൻ ചെയ്യുക. ചിലപ്പോൾ ക്ലോസ് ടു ഫെയിലിയർ ആയിട്ട് ചെയ്യും. 12.5 കഴിഞ്ഞാൽ നേരെ 10 എടുക്കും, 7 എടുക്കും, 5 എടുക്കും, കഴിഞ്ഞു. 2.5 പോവില്ല. 2.5 ചിലപ്പോൾ ടൈറ്റ് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് പുഷപ്പാണ്. 2 സെറ്റ് ഫെയിലിയറാണ്. എനിക്ക് പുഷപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബെഞ്ച് പ്രസ്സൊക്കെ അടിക്കുമ്പോൾ ഇവിടെ വേദന ഉണ്ട് എനിക്കത്. ഓക്കെ, അപ്പോൾ ഫെയിലിയറാണ്. ഓക്കെ, പിന്നെ ഒരു സെറ്റ് കൂടെ ഉണ്ടത്. അടുത്ത വർക്കൗട്ട് സീറ്റഡ് ഡംബൽ മിലിറ്ററി പ്രസ്സാണ്. ഇതും ഡ്രോപ്പ് സെറ്റ് വരുന്നുണ്ട്. ഇതിൽ 3 സെറ്റ് 12 വെച്ചിട്ട് അതിനുശേഷം ഡ്രോപ്പ് സെറ്റ് വരുന്നുണ്ട്. ഞാനിതിനെ ഓവർ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല. കലോറി ഡെഫിസിറ്റ് അല്ലേ, അത് ഓർമ്മിപ്പിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും ചെയ്യുന്ന പ്രശ്നമാണ് ഈ ഡയറ്റ് അല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ കണ്ടിക്കുന്ന സമയം, കോമ്പറ്റീഷൻ സമയമൊക്കെ അടുക്കും തോറും ഹെവി ആയിട്ട് അടിച്ചിട്ട് ഇഞ്ചുറിയൊക്കെ വരുത്തുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയണത്. ഓക്കെ, ഒന്നും തോന്നരുത്. ഓക്കെ, ഞാൻ മുട്ട് മാക്സിമം ഫ്രണ്ടിലേക്ക് പിടിക്കും. കാരണം എൻ്റെ സൈഡ് ഡെൽറ്റ് വർക്കാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൂടുതൽ പിടിക്കുമ്പോൾ ഫ്രണ്ട് ഡെൽറ്റാണ് കൂടുതൽ വർക്കാവുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പിടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് കുറച്ച് പിടിക്കുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 ഓക്കെ. വർക്കൗട്ട് ലീനിങ് സൈഡിലായിട്ടുള്ളതാണ്. അത് ഞാൻ 5 മേലെ തീരെ പോകാറില്ല. ബൾക്കിങ്ങിൽ മാത്രം 7 എടുക്കും. ചില സമയത്ത് എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മേലേക്ക് ഞാൻ പോവുള്ളൂ. നിങ്ങൾക്കത് കെറ്റിൽ ബെല്ലിലും ചെയ്യാം. 6ൻ്റെ കെറ്റിൽ ബെല്ലൊക്കെ നിങ്ങളുടെ ജിമ്മിലുണ്ട്, അല്ലെങ്കിൽ അതിനും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല എഫക്റ്റീവാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കെറ്റിൽ ബെല്ലാണ് ചെയ്ത്, ഈ ആഴ്ച ദമ്പൽ എടുത്തോന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഡ്രോപ്പ് സെറ്റ് വരുമ്പോൾ 5-ന് താഴെ 2.5 ആവുന്നൊക്കെ ഉള്ളൂ. അപ്പോൾ 5ഉം 2-നും ഡ്രോപ്പ് സെറ്റായിട്ട് അടിക്കും, നിർത്തും. അത്ര ചെയ്യുള്ളൂ. അടുത്തത് റോപ്പ് ട്രൈസപ്സ് പുഷ് ഡൗൺ ആണ്.
ഞാൻ ചെറിയൊരു വേരിയേഷൻ പോലെയാണ് ട്രൈസെപ്സ് പുഷ് ഡൗൺ ചെയ്യാറുള്ളത്, മെയിൻലി ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ. ഇപ്പോൾ ഞാൻ ലൈറ്റ് വെയിറ്റാണ് അടിക്കുന്നത്. ഒന്നെങ്കിൽ ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ അടിച്ച് ടൈറ്റ് കൊടുത്തതിന് ശേഷം നോർമൽ അത് അടിക്കാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതൊന്നും കൂടി എനിക്കിഷ്ടമായി. എനിക്കത് ഒന്നും കൂടി എന്താ പറയുക, കംഫേർട്ടാണ്. അതിലാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കെങ്ങനെ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൽ നമുക്ക് എത്രത്തോണ്ട് ഇഷ്ടമാവുന്നുണ്ട്, അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ടിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. അതാണ് മെയിൻ കാര്യം. ഓക്കെ, ഇത് ഈ രീതിയിലാണ് വരിക. ഞാൻ ഒന്ന് പിന്നിക്ക് വലിഞ്ഞ് ബെൻഡ് ചെയ്ത് ബാലൻസിലാണ് നിൽക്കുന്നത്. ഞാൻ ഇതിലല്ല വലിച്ച് നിൽക്കുന്നത്, ബാലൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പൊസിഷൻ കറക്റ്റാക്കിയതിന് ശേഷം കൈ നേരെ മുട്ടിൻ്റെ ഭാഗം നമ്മുടെ പുറത്തിൻ്റെ ഈ വാരിയലിൻ്റെ ഭാഗത്തേക്കായിട്ട് എത്തിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ നിവർത്തി ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം, ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം. മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക, മാക്സിമം കോൺസെൻട്രേറ്റ് കൊടുക്കുക. ഞാൻ എണ്ണിയില്ല. നെക്സ്റ്റ് ലാസ്റ്റ് വർക്കൗട്ട് ആക്ച്വലി ലെഗ് പ്രസ് ആയിരുന്നു. നമ്മുടെ ലെഗ് പ്രസ് ആ ചാത്തന്മാർ തന്ന സാധനം വേസ്റ്റായി. അപ്പോൾ ഞാനത് സിംഗിളായിട്ട് യൂസ് ചെയ്യണ ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ കുറച്ച് നാൾ നിൽക്കും ആ മെഷീനൊക്കെ. അപ്പോൾ ഇപ്പോൾ ലെഗ് പ്രസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് എക്സ്റ്റൻഷൻ കൊടുക്കണം, കാഫ് അടിക്കണം, നിർത്തണം കേട്ടോ. കാഫ് പിന്നെ നോർമൽ കാഫ് റേസ് ആണെങ്കിൽ കാഫ് റേസിൻ്റെ മെഷീനൊന്നും എൻ്റെ ജിമ്മിലില്ല. അപ്പോൾ ഞാൻ എക്സ്റ്റൻഷൻ അടിച്ചിട്ട് അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അതും ഓവർ വെയിറ്റ് അല്ല, ടൈറ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു വെയിറ്റ്. എനിക്ക് 10 ധാരാളമാണ്. ഞാൻ സിംഗിളാണ് ചെയ്യണത് കൂടുതൽ. ലെഗ് എക്സ്റ്റൻഷൻ ഞാൻ 15 എത്തിക്കും. അമ്മ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ലെഗിനൊന്നും നമ്മൾ ഡ്രോപ്പ് സെറ്റിന് ചെയ്യില്ല. റിക്കവർ എടുക്കാൻ സമയം എടുക്കും. നമുക്ക് പമ്പിങ്ങിലാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് ഡ്രോപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വീക്കാക്കാൻ നോക്കരുത്. അങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. പിന്നെ ഇനിയിപ്പോൾ സിംഗിൾ ലെഗ് കാഫാണ് ഞാൻ അടിക്കാൻ പോണത്. എവിടെയെങ്കിലും കയറുന്നിട്ട് സ്ട്രെച്ച് കൊടുത്തിട്ട് അടിക്കും. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഓക്കെ.